ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ്. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്നവരും പിന്നീട് ഈ മീറ്റിങ്ങിൽ ഈ പ്രസംഗം കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, എബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, നമുക്ക് മുമ്പ് പോയ ഭക്തന്മാർ, അബ്രഹാം മുതലായ വിശുദ്ധന്മാർ, ആദിബലം ക്രിസ്തു, പിന്നെ ശേഷിക്കുന്നവരായിരിക്കുന്ന നാം ഓരോരുത്തരും പഴയ ഭക്തന്മാരും, അതിനുശേഷം ഓടിയവർ ഫിനിഷിംഗ് പോയിൻ്റ് നമ്മൾ ജയിക്കാനായിട്ട് ഓടുക. ആരെല്ലാം ഓടി വിശ്വാസത്തോട് ഓടണം, പ്രത്യാശയോടും സ്ഥിരതയോടും കൂടെ ഓടണം. വിശ്വാസത്തിൽ ഓടണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ചില വസ്ത്രങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. ഏകദേശം 14 വസ്ത്രങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്തെല്ലാം വിട്ട് ഓടണമെന്നതിനെപ്പറ്റി നമ്മളിപ്പോൾ പഠിച്ചു. ഒന്ന്, ദുർനടപ്പ് വിട്ടോടണം, വിഗ്രഹാരാധന വിട്ടോടണം, യൗവനമോഹങ്ങളെ വിട്ടോടണം, ദോഷകരമായ സകലത്തെയും വിട്ട് ഓടണമെന്ന് പഠിച്ചു. വീണ്ടും നമ്മൾ പഠിക്കുന്നത് യേശു എങ്ങനെയുള്ളവനായിരുന്നു, യേശുവിനെ നോക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവനാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു നേതാവിനെ നോക്കി ഓടണമെങ്കിൽ ആ നേതാവിന് ചില ഗുണങ്ങളുണ്ടായിരിക്കണമല്ലോ. ഞാൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ ഒരു പ്രവർത്തകനാണ്. കർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്നുള്ള ഒരു വാക്യം അവിടെ പറയുന്നുണ്ട്. അധ്വാനിക്കുന്ന ജനവർഗത്തിന് വേണ്ടി, കഷ്ടപ്പെടുന്ന ജനവർഗത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു നവോത്ഥാന അല്ലെങ്കിൽ ഒരു നേതാവാണ് യേശുക്രിസ്തു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി എന്നെ ആകർഷിച്ചതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നേതാവ് നമുക്ക് മാനിക്കുവാനും അനുഗമിക്കാനും അനുസരിക്കാനും ഒക്കെ അനുമാനിക്കാനും ഒക്കെ വളരെ മാതൃകയുള്ള ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എങ്ങനെയുള്ളവൻ? വിശ്വാസത്തിൻ നിറവാണ് യേശുക്രിസ്തു. വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനാണ്. അതുകൊണ്ട് നീ വിശ്വാസത്തോട് ഓടിക്കുമെന്നല്ല, വിശ്വാസത്തിൻ്റെ നിറവാണ്. പഴയ നിയമത്തിൻ്റെ മുഴുവനും യേശുക്രിസ്തുവാണ്. പഴയ നിയമം വന്നത് തന്നെ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം, ഉൽപ്പത്തി 1-2 അധ്യായം കഴിഞ്ഞാൽ വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അതിന് ശേഷം കായീനൊക്കെ വരുമ്പോഴത്തേന് അങ്ങനെയെങ്കിൽ അതിനുശേഷം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള പ്രവചനത്തിനു ശേഷം, അതിനുശേഷം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള സകല വഴികളും വെട്ടുകയായിരുന്നു. സകല പദ്ധതികളും ദൈവം കുറിക്കുകയായിരുന്നു. സമയം, ദിവസം, വർഷം, കാലസമ്പൂർണത, ദൈവം മൈന്യൂട്ടായ കാര്യങ്ങൾ ഷാർപ്പ് ടൈമിന് കന്യകയിൽ ജാതനായി. കർത്താവിന് ഒരു തെറ്റും വരത്തില്ല. നമുക്കൊക്കെ തെറ്റ് വരും. നമുക്കൊന്നൊരു പൂർണ്ണതയില്ല, അപൂർണതയുള്ളവരാണ്. ദൈവം പൂർണ്ണനാണ്. ദൈവം മാത്രമേ പൂർണ്ണനുള്ളൂ. ദൈവം ചെയ്യുന്നത് പെർഫെക്റ്റ് കാര്യമാണ്. നമ്മൾ തെറ്റുന്നതെല്ലാം തെറ്റും. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ണിങ്ങനെ ഇരിക്കുന്നു, മൂക്കിങ്ങനെ ഇരിക്കുന്നു, സൗന്ദര്യം ഇങ്ങനെ ഇരിക്കുന്നു, തല ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെയൊക്കെ സൗന്ദര്യമൊക്കെ എന്തുകൊണ്ട്? പക്ഷെ ദൈവത്തിൻ്റെ നിർമ്മിതി എല്ലാം പൂർണ്ണതയുള്ളതാണ്. അതെല്ലാം ക്ലിയറായിരുന്നു, ക്ലിയർ കട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വേറൊരു വിശദം ഞാൻ പറയാം. വിശ്വാസത്തിൻ്റെ നായകനായിരുന്നു യേശുക്രിസ്തു. വിശ്വാസത്തിൻ്റെ തികവ് പൂർണ്ണതയാണെന്ന്. ഇതിൽ കൂടുതൽ എന്താ പ്രിയമുള്ളവർ വേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ അവിടെ മാറ്റമൊന്നും വേണ്ടെന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹാഗർ വിചാരിച്ചു, ഹാഗറിൻ്റെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് അളന്നു കൊടുത്ത തുരുത്തിയിലെ വെള്ളം എണ്ണി കൊടുത്ത അപ്പോൾ, പക്ഷേ അബ്രഹാം അളന്നു കൊടുത്ത വെള്ളം
അബ്രഹാമെ നീ അളന്നു കൊടുത്തെങ്കിൽ എൻ്റെ ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവമല്ലിത്. അബ്രഹാം വീട് വിശ്വസിച്ച ദൈവമാണ്. പക്ഷേ ഹാഗറിൻ്റെ കണ്ണുനീര് കണ്ടിറങ്ങി വന്നൊരു ദൈവമുണ്ടല്ലോ, നമ്മുടെ നിലവിളിക്കും ഇറങ്ങി വരുന്ന ദൈവമാണ്. പരിധിയില്ലാതെ, അളവില്ലാതെ മനുഷ്യൻ തരുമ്പോൾ അളന്നേ തരത്തുള്ളൂ. മനുഷ്യൻ തരുമ്പോൾ അതിനൊക്കെ പല ഉദ്ദേശങ്ങളോടെ കൂടെ തരുന്നത്. പക്ഷേ പ്രിയരെ, നമ്മുടെ കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ കണ്ണുനീരിന് മറുപടിയാണ്, നമ്മുടെ സ്നേഹത്തിന് മറുപടിയാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന് മറുപടിയാണ്. പ്രിയമുള്ളവരെ, അമ്മേ മരുഭൂമിയിൽ ഉറവ തുറക്കുക. ഇന്നും സംസം കുളമെന്ന് ഒരിക്കലും വറ്റിപ്പോകാത്ത കുളമാക്കി മാറ്റി. അബ്രഹാം കൊടുത്ത വെള്ളം വറ്റിപ്പോയപ്പോൾ വറ്റിപ്പോകാത്ത, അളവില്ലാതെ, പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുമ്പോൾ എനിക്ക് ശമരിയക്കാരി സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വരുമ്പോൾ യാക്കോബിൻ്റെ കിണർ എനിക്ക് വേണ്ട, യാക്കോബിൻ്റെ കിണറല്ല എനിക്ക് വേണ്ട, താവേ നീ തരുന്ന നിത്യജീവൻ്റെ ജലം, എൻ്റെ കർത്താവ് എനിക്ക് തരുന്ന ആ നിത്യജീവിതം, ഒരിക്കലും ദാഹിക്കാത്ത ജലം, എൻ്റെ യേശുവിൽ നിന്നും പ്രാപിക്കുന്ന അഭിഷേകം, എൻ്റെ ദാഹം മാറ്റുന്ന എൻ്റെ യേശു, വിശ്വാസത്തിൻ്റെ പൂർണ്ണത വരുത്തുന്ന എൻ്റെ യേശുവാണ് പൂർണ്ണൻ. എബ്രായ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ 1-ാമത്തെയും 2-ാമത്തെയും ഒക്കെ പഠിക്കുമ്പോൾ മോശയേക്കാൾ ശ്രേഷ്ഠൻ, സമാഗമന കൂടാരത്തേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവന് യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ, പ്രൈസ് ദി ലോർഡ്, സകലത്തിലേക്ക് ശലോമോനേക്കാളൊക്കെയും എല്ലാത്തേക്കാളും ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. സകലത്തിനേക്കാൾ ശ്രേഷ്ഠനാണ്, പൂർണ്ണനാണ്, വിശ്വാസത്തിൽ പൂർണ്ണനാണ്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ നായകൻ. പിന്നെ 2, ജീവൻ തരുന്നവനായതുകൊണ്ട് ജീവരക്ഷയ്ക്കായി ഓടണം. നമുക്കൊരു ജീവൻ തരാനാണ് വിളിച്ചത്. നിത്യജീവന് വേണ്ടി ഓടണം. നിത്യജീവങ്ങളിലേക്ക് നമ്മൾ ഓടണം. നിത്യജീവിതത്തിലൊക്കെ ഓടുക. നമ്മുടെ കർത്താവ് നിത്യജീവൻ തരുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. പ്രൈസ്, ഈ ലോകത്തിലെങ്ങും എനിക്ക് നിൽക്കുവാൻ എനിക്ക് നിത്യജീവൻ തരുന്ന ഒരു മേഖലയുമില്ല, ഒരു ഇടവുമില്ല. അമേരിക്ക ചെന്നാലോ, ഗൾഫിൽ ചെന്നാലോ, യൂറോപ്പിൽ ചെന്നാലോ, ആഫ്രിക്ക ചെന്നാലോ, ഒരു രാജ്യത്തും ജീവരക്ഷയില്ല. എനിക്ക് നിത്യരക്ഷ, എനിക്ക് നിത്യജീവൻ തരുന്നവൻ എൻ്റെ യേശുവിൻ്റെ സന്നിധി. എൻ്റെ യേശുവാണ് എനിക്ക് നിത്യജീവൻ തരുന്നത്, ജീവരക്ഷ തരുന്നത് എൻ്റെ യേശു കർത്താവാണ്. ആ കർത്താവിൻ്റെ അടുക്കലേക്കാണ് ഞാൻ ഓടുന്നത്. ആ ഓട്ടത്തിൽ ഫിനിഷിങ്ങിൽ എത്തുന്നത് വരെയും ഈ ഓട്ടം ഇങ്ങനെ തുടരും. ദൈവത്തിന് മഹത്വം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം, ജീവരക്ഷയ്ക്കായിട്ട് ഓടും. ഒന്ന് സങ്കീർത്തനം 34-ന്റെ 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിച്ചു പോകാത്ത ഒരു മുഖത്ത് നോക്കിയാണ് നമ്മൾ ഓടുന്നത്. ഇവിടെ എല്ലാം നോക്കിയാൽ നമ്മൾ ലജ്ജിച്ചു പോകും. ഈ ലോകത്തിലുള്ള സകല മുഖവും ലജ്ജിച്ചു പോകുന്ന മുഖമാണ്. നമ്മൾ നോക്കിയാൽ നമ്മൾ ലജ്ജിച്ചു പോകും. നല്ല മുഖങ്ങളാണ്, എല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, നോക്കിയാലൊക്കെ ലജ്ജിച്ചു പോകും ഒരാവശ്യം വന്നാൽ. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയവരാരും ഒരു കാലത്ത് ലജ്ജിച്ചു പോയിട്ടില്ല. പ്രിയരെ, യുവദാസന്മാരെ, ദൈവമക്കളെ, ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം, ഹല്ലേലൂയ, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, മുട്ടുമടക്ക് ഉപവസിക്കുക. സ്തോത്രം, ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. സ്ഥിതി മാറാൻ പോകുക ദൈവദാസനെ, ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം തരുന്ന ദൈവമാണെന്ന്. ദൈവത്തിന് മഹത്വം. പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുക, ഒരു പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഈ അന്ധകാരത്തിൽ നിന്ന് ഒരിക്കലും രാത്രിയില്ലാത്തൊരു ലോകത്തേക്ക്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല പ്രിയരെ? കറണ്ട് പോകുമ്പോഴൊക്കെ കറണ്ട് വരാൻ ആഗ്രഹിക്കത്തില്ലേ?
ഈ അന്ധകാര നിബിഡമായ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തുനിന്ന് വിട്ട് നമ്മൾ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക്, ഒരിക്കലും അസ്തമിച്ചു പോകാത്ത, ഒരിക്കലും നിന്നു പോകാത്ത ആ പ്രകാശത്തിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക്, ഒരിക്കലും അസ്തമിക്കാത്ത ആ സൂര്യനായിരിക്കുന്ന ക്രിസ്തുവാകുന്ന ആ വിളക്കുള്ള ഇടമായിരിക്കുന്ന സ്വർഗീയ സിയോനിലേക്ക്, കർത്താവിലേക്ക് നമ്മൾ ഓടുക. അവിടെയൊക്കെ നമ്മൾ ഓടേണ്ടത്. ആ ഓട്ടത്തിലാണ് നമ്മൾ ജയിക്കുന്നത്. അത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉണ്ടാകേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് സങ്കീർത്തനം 37 സങ്കീർത്തനം 37 വാക്യം. അവിടെ നമ്മൾ വായിക്കും, നേരുള്ളവനെ നോക്കിക്കൊള്ളുക എന്ന്. നേരുള്ളവന് കള്ളം പറയത്തില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. ബന്ധക്കോസുകാർ കള്ളം പറയത്തേയില്ല. എന്ത് വിശ്വസ്തരാ അവർ! ഒരു കാര്യത്തിലും കള്ളം പറയത്തില്ല. അവരെല്ലാം സത്യമേ പറയും. സത്യം പറയും. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. സത്യം പറയണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവമക്കൾക്ക് എന്തുണ്ടാകണം? സത്യമുണ്ടാകണം. ഇവിടെ പറയുന്നു, നേരുള്ളവനെ നോക്കിയുള്ള നേരുള്ളവനെ. നമ്മൾ നേരും സത്യവും നിറയൊക്കെ ഉണ്ടാകണം നമ്മൾ. അല്ലെങ്കിൽ പിന്നെ ഓടിയിട്ട് കാര്യമില്ല പ്രിയരെ. ഈ സത്യമൊന്നുമില്ലാതെ ഓടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മൊത്തം കള്ളം പറയുന്നവരുണ്ട്. ബന്ധക്കോസുകാർ ഇപ്പോൾ ഒത്തിരി കള്ളം പറയുന്നില്ല. ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കർത്താവിനറിയാം കള്ളം പറയരുത്. ഇന്നുകൊണ്ട് കള്ളം പറച്ചിൽ നിർത്തണം. ആരെങ്കിലും കള്ളം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടുന്നില്ല, നിങ്ങൾ പിശാചിൻ്റെ പിടിയിലാണ്. അധിക സമയത്തിനകം അല്ലെങ്കിൽ ദൈവം അവൻ്റെ വായിലായിപ്പോവും. നിങ്ങൾ അലറുന്ന സിംഹത്തിൻ്റെ വായിലായിപ്പോവും. പാമ്പിൻ്റെ വായിൽ നിങ്ങളാകും. അവൻ്റെ പിടിയിൽ നിങ്ങൾ അമരും. നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്, പാവികൾ വഴി നിൽക്കരുതെന്ന്. പ്രിയരെ, ഒരിക്കലും ഈ വഴി നമ്മൾ മറക്കരുത്. ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാവികളുടെ വഴി നിൽക്കരുത്. പരിഹാസ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നടക്കരുത്, നമ്മൾ നിൽക്കരുത്, നമ്മൾ ഇരിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഓടണം. അല്ലേ? ഓടണം പ്രിയമുള്ളവരെ. നിൽക്കരുത്. ഇവിടെ എങ്ങും നമ്മൾ നിൽക്കരുത്. അവിടെ എല്ലാം സീറ്റിട്ട് തരും നമുക്ക്. അവിടെ എല്ലാം ഇരുന്നോളാൻ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിൽക്കരുത്, ഇരിക്കരുത്. ആമേൻ, സ്തോത്രം. നമ്മൾ നടക്കരുത്, ഓടിക്കോണം. നിൽക്കരുത്. ഇവിടെ എങ്ങും നിൽക്കരുത്. ഹല്ലേലൂയ. വിശുദ്ധമായ ഒരു സ്ഥലവുമില്ല പ്രിയരെ. ഇവിടെങ്ങും ശുദ്ധമായ സ്ഥലമില്ല. ഓടിക്കോണം. നോഹ ഓടിയതുപോലെ, നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ ആ കൃപ ലഭിക്കേണ്ടതിനായി ഓടിക്കോണം. പ്രൈസ് ദി ലോർഡ്. ആ കൃപ നിന്നെ തേടി വരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നേരുള്ളവനെ നോക്കി ഓടണം. യേശുക്രിസ്തു നേരുള്ളവനാണ്, കള്ളം പറയത്തില്ല. കർത്താവ് പറഞ്ഞാൽ സത്യമാണ്, നേരാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞു സക്കറിയ 11:11 പറയുന്നു, ക്രൂശിനെ നോക്കി ഓടുക. ലൂക്കോസ് 9:62. ക്രൂശിനെ നോക്കി ഓടുക. ചിലർ ഓടുന്നത് ജയിക്കുന്നവരുടെ ചില പ്രത്യേകതകൾ നമ്മൾ വേഗം പറഞ്ഞു പോവുകയാണ്. സ്തോത്രം. ജയിക്കുന്നവരുടെ ചില പ്രത്യേകത. ഒന്ന്, തളർന്നു പോകാതെ അവരോടും. തളർന്നു പോകാതെ ഓടുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകുന്നു. തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ച് പോകാതെ അവർ നടക്കും. ദൈവത്തിന് പോയത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ഓടിയത് എങ്ങനെയാണ്? തൻ്റെ ദർശനം എങ്ങനെയായിരുന്നു? നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടിയത്. പിന്നെ അങ്ങനെ നിശ്ചയത്തോടു കൂടെയാണ് താൻ പൗലോസ് ഓടിയത്. വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പൗലോസ് ഓടിയത്. താൻ വിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടിയത്. നിശ്ചയമില്ലാതെയല്ല, വളരെ നിശ്ചയത്തോടുകൂടെ, വളരെ സ്ഥിരതയോടുകൂടിയാണ് പൗലോസ് ഓടിയതെന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഓടുന്നതോ നമ്മൾ വെറുതെ എന്ന് വരാതിരിക്കേണ്ടതിന്, അതിന് കാര്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വെറുതെ ഓടിയതല്ല.
ഓടുന്നതിനൊരു കാരണമുണ്ട്. ആ പൗലോസ് ഓടിയതിനൊരു കാരണമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്തോ ഒരു പ്രതിഫലം തന്നെ കാത്തിരിക്കുന്നു. എന്തോ ദൈവം തരുവാനൊരു പ്രതിഫലം, ഒരു സമ്മാനമുണ്ട്. ആ ഓട്ടത്തിൽ തനിക്കൊരു ഉപനിധി ഉണ്ട് എന്ന് പൗലോസിനെ വെളിപ്പെട്ടു. ഞാൻ ഓടിയതോ വെറുതെ അല്ലാതെ വരാം, വെറുതെയാകാതിരിപ്പാൻ. നമ്മൾ ഒരു വലിയ ആ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് താൻ ഓടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓടുന്നവർ അനേകരെങ്കിലും ജയം ഒരാൾക്ക് മാത്രമാണ്. ഇവിടെ ജയം ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ജയം. സെക്കൻഡ് ഇല്ല, തേർഡില്ല, എല്ലാവർക്കും ഫസ്റ്റാണ്. ചെല്ലുന്ന സമയങ്ങൾ വ്യത്യാസമായിരിക്കുമെങ്കിലും ആര് ക്ലിയറായിട്ട് വിശുദ്ധിയോടെ ഓടി അവിടെ എത്തുമോ, ദൈവം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ഓടിയോ, ട്രാക്ക് തെറ്റിക്കാതെ അവിടെ എത്തിയോ, അവിടെ ജീവിത രക്ഷയ്ക്കായി ഓടിയവരാരാണ്, അവർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് 2-ാം ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയരെ, പൗലോസ് പറയുന്നു, ഓട്ടം തികയ്ക്കാനായിട്ട് ഓടണം. തികയ്ക്കണം, നമ്മൾ ഓടി തികയ്ക്കണം. വിശ്വാസത്തിൻ്റെ നമ്മൾ പാതയിൽ ഓടി തികയ്ക്കണം. അവസാനം വന്ന് നമ്മൾ വീണു പോകരുത്. ചിലരൊക്കെ ഈ വിശ്വാസത്തിൽ ഓടി ഒത്തിരി വർഷങ്ങളൊക്കെ കർത്താവിന് വേണ്ടി നിന്നിട്ട് അവസാനം 80 വയസ്സും അല്ലെങ്കിൽ 85 വയസ്സൊക്കെ ആകുമ്പോൾ അവർ അനേക ചീത്ത പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അനേക ദൈവദാസന്മാർ ചീത്ത പറയുന്ന ദൈവദാസന്മാരെ അറിയാം. കാരണം അവർക്ക് മെൻ്റലിയായി പാട്ടും പ്രാർത്ഥനയൊന്നും ഇല്ല നടന്നപ്പോൾ ഏതോ പ്രശ്നമായി. പ്രിയരെ, അങ്ങനെ ആകരുത്. പ്രായമാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നവർ അനേകരുണ്ട്. പിച്ചും പയ്യും പറയുന്നവരുണ്ട്, അവിശ്വാസം പറഞ്ഞു നടക്കുന്നവരുണ്ട്. കൈനോട്ടക്കാർ, ബിസിനസ്സുകാർ, റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്, വണ്ടി കച്ചവടം, വിവാഹം ചെയ്ത് കൊടുക്കുന്നവരും. കാരണം പ്രായമാകും തോറും അത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഇവർക്ക് ആ ഓട്ടത്തിൽ എവിടെയോ ഇവർ വീണുപോയി. ഇവർ പ്രായമാകും തോറും ഈ വിശ്വാസത്തിൽ അവർ പിന്മാറിപ്പോയി. ബൈബിളുണ്ട്, കക്ഷത്ത് ബൈബിളുണ്ട്, വെള്ള ഷർട്ടുണ്ട്, ക്ലീൻ ഷേവാണ്. പക്ഷേ ബിസിനസ്, ബൈബിളിൻ്റെ അകത്ത് അനേക പെൺകുട്ടികളുടെ ഫോട്ടോയാണ്, ആ ബാഗിൻ്റെ അകത്ത് അനേക ചെറുക്കന്മാരുടെ ഫോട്ടോയാണ്. പ്രിയരെ, തെറ്റല്ല, വിവാഹം നല്ലതാണ്, മാന്യമാണ്. പ്രിയരെ, നമ്മെ വിളിച്ചത് എന്തിനാണ്? ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചതാണ്. ഒരാത്മാവിനെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഈ വർഷം ശുശ്രൂഷിച്ചോ? എത്ര ശുശ്രൂഷ ചെയ്തു പ്രിയരെ? എത്ര പ്രാവശ്യം നിങ്ങൾ ഇന്ന് പ്രസംഗിച്ചു ഈ വർഷം? എത്ര ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്തു? എത്ര രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു? എത്ര ഭവനം നിങ്ങൾ വിസിറ്റ് ചെയ്തു? വളരെ പരാജയമാണ് നമ്മുടെ വിശ്വാസ ജീവിതം വളരെ പരാജയത്തിലേക്ക് പോവുകയാണ് പ്രിയരെ. നമ്മുടെ ബിസിനസ് എല്ലാം കളഞ്ഞ് വണ്ടി കച്ചവടവും ഈ വസ്തു കച്ചവടവും ഈ റിയൽ എസ്റ്റേറ്റും ഈ ബിസിനസ് എല്ലാം കളഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ പാതവിടത്തിലിരുന്ന് കർത്താവിൻ്റെ ഈ കൃപത, ശുശ്രൂഷത ഇന്ന് പ്രാർത്ഥിക്കും പ്രിയരെ. നമുക്ക് ദൈവം കൃപ തരും. ഞാൻ ആരെയും പരിഹസിച്ചതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ ഞാൻ പലരെയും കണ്ടതാണ്. ഞാൻ തൃശ്ശൂർ പ്രവർത്തിക്കുമ്പോൾ ഒരു ദേവദാസനെ ഞാൻ കണ്ടുമുട്ടി. ഞങ്ങൾ അടുത്തിടപെടുവാനിടയായി. പക്ഷേ അദ്ദേഹം ഒരു കൈനോട്ടത്തിൻ്റെ പിടിയിലായിപ്പോയി. അദ്ദേഹം കൈ നോക്കി ഫലം പറയുന്ന ഒരു പാസ്റ്ററായിട്ട് മാറി. ഞാൻ വളരെ തകർന്നു പോയി പ്രിയരെ. ഞാൻ സത്യമായി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, ഞാൻ വളരെ ഭാരപ്പെട്ടു പോയി. അത് കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ നിസ്സുവിനെ ഏൽപ്പിച്ചു, കർത്താവേ, എന്തിനാണ് ഈ ശുശ്രൂഷ ദൈവമേ? എൻ്റെ ദൈവദാസന്മാരൊക്കെ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നല്ലതായിട്ടൊരു ആഹാരം കഴിക്കുവാൻ കഴിയും, വസ്ത്രമില്ലാതെ, വീടില്ലാതെ എത്രയോ ദൈവദാസന്മാർ കഴിയുന്നു. ആ കാര്യം കൊണ്ട് നമ്മൾ ഓർക്കണം പ്രിയരെ. നമുക്കുള്ളൊരു പങ്ക്, ഒരു ഫെലോഷിപ്പ്, നമുക്ക് കൂട്ടായ്മയാണ്, പങ്കുവയ്ക്കലാണ്. നമ്മളെല്ലാം കൊണ്ട് ഈ ലോകത്തുനിന്ന് പോകുന്നില്ലല്ലോ പ്രിയരെ. നമുക്കുള്ളത് മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ഒരു സഹോദരനായി സഹോദരിയായി തീരണം നമ്മൾ പ്രിയരെ. ദൈവത്തിന് മഹത്വം. ഓട്ടം തികയ്ക്കണം. മുൻപിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട് പ്രിയരെ. നമുക്ക് രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനുമില്ല. രക്ഷപ്പെടാൻ നീ വിശ്വാസത്തിലാണോ? നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണോ?
നിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല, ഓട്ടമല്ലാതെ ഒരു രക്ഷയില്ല. ഓടി രക്ഷപ്പെട്ടോളാനാണ് ദൈവം പറയുന്നത്. നീ ഓടി രക്ഷപ്പെടുക, ഓടുക, മുമ്പോട്ട് ഓടുക. ഇവിടെ എങ്ങും ഇരിക്കാൻ സ്ഥലമില്ല. ഇവിടെ എങ്ങും തണല് പിടിച്ചോ, ഇവിടെ അങ്ങ് സുഖം തേടിയോ, ഇവിടെ എങ്ങും ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഓടിക്കോണം. നീ ഓടി വിരുദിന് വേണ്ടി ഓടിക്കോണം. അതാ പറയുന്നത്, നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരോട്ടമുണ്ട്. ആ ഓടാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നു, കരുണ തോന്നണമെന്ന് ഉള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു. ദൈവത്തിന് മഹത്വം. റോമലേഖനം 9:16 വായിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 12:1 പറഞ്ഞു, സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടണം. ചിലർക്ക് സ്ഥിരതയില്ല. പറഞ്ഞു ട്രാക്ക് തെറ്റിപ്പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. ഭയങ്കര ഓട്ടമാണ്. കാലും കൈയും പറിച്ച് ഓട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് ഓട്ടുക. ഭയങ്കര കുഞ്ഞു കളിയാണ്, തമാശ. ചിലർക്ക് അങ്ങ് തമാശ. വിശ്വാസം എന്തൊക്കെ വന്നങ്ങ് തമാശ. കൂട്ടുകാർ കൂടി ചുമ്മാ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്, കൂട്ടുകാർ കൂടി ഒരാളെ അങ്ങ് ഉയർത്തും, മറ്റൊരാളെ താത്ത് കെട്ടും, കളിയാക്കുക, പരിഹസിക്കുക, ചിരിക്കുക. ഒരു ദേവദാസനെ പുകഴ്ത്തും, മറ്റൊരു ദേവദാസനെ താഴ്ത്തും. കുറേ ഗ്യാങ് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ പോകും, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകും, അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വരെ വരും. മറ്റുള്ളവരെ പരിഹസിക്കുക. ആ പുള്ളി കൊള്ളാം, ഈ പുള്ളി കൊള്ളത്തില്ല, ആ പുള്ളി ശരിയല്ല, ഈ പുള്ളി ശരിയല്ല. നിന്നെ അതിനാണോ വിളിച്ചത്? ഇതിനാണോ നിന്നെ വിളിച്ചത്? ഇത് രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഭരിക്കുന്നത് അന്ത്യകാലത്താണ്. ന്യായം വിധിക്കുന്നതൊക്കെ കർത്താവ് നിന്നെ ഏൽപ്പിച്ചാൽ അത് ചെയ്താൽ മതിയല്ലോ. നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അതൊന്നും. നീ എന്തിനാ മറ്റുള്ളവരെ പരിഹസിക്കുന്നത്? മറ്റുള്ള ദേവദാസന്മാരെ എന്തിനാ നിന്ദിക്കുന്നത്? എന്തിനാ പ്രവാചകന്മാരെ നിന്ദിക്കുന്നത്? എന്തിനാ ദേവദാസന്മാരുടെ ഒരു വാക്ക് തെറ്റുമ്പോൾ ആ വാക്കിനെ മീഡിയയിലിട്ട് ആ ദേവദാസനെ പരിഹസിക്കുന്നത്? അവർ ചെയ്ത നല്ല ഭാഗം നീട്ടിട്ടുണ്ടോ? അവർ ചെയ്ത നല്ല ഏതെങ്കിലും വശം നീ ഇതുവരെ ലോകത്തിൽ വെളിപ്പെടുത്തി കാണിച്ചിട്ടുണ്ടോ? ടിനു ജോർജ് എന്ന് പറഞ്ഞൊരു ദേവദാസൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദേവദാസനാണ്. ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് അത് മീഡിയയിലിട്ട് അദ്ദേഹത്തെ വേദനപ്പെടുത്തി. അദ്ദേഹം സഹിച്ച ആ വേദന നമ്മൾ മനസ്സിലാക്കണം. അത് കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാളും വേദനയാണ് പ്രിയരെ. അദ്ദേഹം സഹിച്ചത്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? നല്ലൊരു മെസ്സേജ്, ഒരു നല്ല ചിന്ത, എത്ര പ്രസംഗമാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്, എത്ര ദൂതുകൾ, എത്ര ആയിരങ്ങളെയാണ് അദ്ദേഹം രക്ഷയിലേക്ക് കൊണ്ടുവന്നത് പ്രിയരെ. നിങ്ങൾ ഈ നല്ല വശം നോക്കാതെ മനുഷ്യൻ്റെ ഈ തെറ്റ്, ഈ ന്യൂനവശങ്ങളെ എടുത്ത് കാണിച്ച് നിന്നുകൊണ്ട് ഇന്ന് മാനസാന്തരപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ സ്ഥിരതയോടെ ഓട് പ്രിയരെ. അവിടെ വിരുദ്ധ തെറ്റിപ്പോകും. പക്ഷേ ടിനു ജോർജ് ഇരട്ടി പവറോടെ കയറി വരും. പൂർവാധി ശക്തിയോടെ പുതിയ അഭിഷേകത്തോടെ കയറി വന്നു. കണ്ടോ? നമ്മൾ വിമർശിക്കുന്നവർ അടുത്ത ദിവസം ഒരു ദൈവം ഉയർത്തും. കേട്ടോ? ഇവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരാണ്. അതുകൊണ്ട് സ്ഥിരതയോടെ നമ്മൾ ഓടണം. വളരെ സ്ഥിരത കൈവിടരുത്. സ്ഥിരതയോടെ നമ്മളിടണം. സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം, സ്ഥിരതയോടെ ആരാധിക്കണം, സ്ഥിരതയോടെ സ്നേഹിക്കണം, സ്ഥിരതയോടെ നടക്കണം. ഇന്നലെ കണ്ടില്ലേ, ഒരാൾ യോഗ്യനായ മനുഷ്യൻ റോഡിൽ വണ്ടി ഇടിച്ച് രാവിലെ 5 മണിക്ക് നടക്കാൻ പോയതാണ്. എവിടെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത് അറിയത്തില്ല. വണ്ടി പോകുന്ന വഴിയിൽ കൂടെ നമ്മൾ സ്ഥിരതയില്ലാതെ പോയാൽ, ഉദാഹരണത്തിന് നമ്മൾ ഓടിച്ചോണ്ട് പോകുന്ന വാഹനത്തിൽ എതിരെ സ്ഥിരതയില്ലാതെ വേറൊരുത്തം വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ നല്ല സ്ഥിരതയോടെ ഓടിക്കുന്നത്, പക്ഷെ വേറൊരുത്തം വന്നാൽ എന്ത് ചെയ്യും? അവന് സ്ഥിരതയില്ല, എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി പോയില്ലേ? ദൈവത്തിന് മഹത്വം. പ്രിയരെ, സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ സ്ഥിരതയോടെ, ശ്രദ്ധയോടെ, വളരെ ആത്മാർത്ഥമായി, വളരെ വാഞ്ചയോടെ, ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം, എങ്ങനെ ഓടി ജയിക്കാം എന്ന് നമ്മൾ ദൈവവചനത്തിൽ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഈ 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും?
സമാധാനമുള്ള ദേശത്ത് നിർഭനായിരിക്കുന്നു. എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? അപ്പോൾ കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ നീ മത്സരിച്ച് ഓടുമെന്ന്. അപ്പോൾ കുതിരയുടെ ഒരു ശക്തി നിനക്ക് ആവശ്യമാണ്. കുതിര ഓടുന്നത് പോലെ, ഒരു പടക്കുതിര ഓടുന്നത് പോലെ ഒരു ഓട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ജയിക്കണമെങ്കിൽ കുതിരയുടെ പവർ വേണം. മനുഷ്യൻ്റെ പവർ കൊണ്ടൊരിക്കലും കാലാളുകളോട് കൂടെ ഓടിയാലൊന്നും നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ ഓടും? യുദ്ധക്കളവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാലാളുകളോട് കൂടെ യുദ്ധം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അങ്ങനെ കുതിരകളോട് കൂടെ നമ്മൾ ഓടി ജയിക്കുമെന്നാണ് അവിടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. കഷ്ടകാലത്ത് നീ ക്ഷീണിച്ചു പോയാൽ എന്തു ചെയ്യും? സദൃശവാക്യം 24 അധ്യായം 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സദൃശവാക്യം 24 അധ്യായം അതിൻ്റെ 10 വാക്യം, 24:10 വായിക്കുന്നു. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയ നിൻ്റെ ബലം നഷ്ടം തന്നെ. എന്താണ് കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ? കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പൂർവാധി ശക്തിയോടെ നീ ബലപ്പെടണം. ദാവീദ് 1 ശമൂവേൽ പുസ്തകം 17 അധ്യായം 48 വാക്യത്തിൽ ദാവീദ് നേരെ ഓടി എന്ന് എഴുതിയേക്കുന്നത്. ശത്രുവിൻ്റെ നേരെ ഓടി. കുതിരകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടുമെന്നാണ്. അപ്പോൾ മത്സരിച്ചോടുമ്പോൾ യോർദാൻ്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? അതിനെപ്പറ്റി ചേർന്ന ഒരു വിഷയമാണ് ദാവീദ് ശത്രുവിൻ്റെ നേരെ ഓടണം. ശത്രുവിൻ്റെ നേരെ ഓടുക. ദൈവത്തിന് മഹത്വം. ദാവീദ് നേരെ ഓടി, ഗോലിയാത്തിന് നേരെ ഓടണം. കാരണം ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം അത്രത്തോളം വലുതായിരുന്നു. ശത്രു ഭയപ്പെട്ടു, ശൗല് ഭയപ്പെട്ടു മാളത്തിൽ ഒളിച്ചപ്പോൾ അഭിഷേകമുള്ള ദാവീദ്, തലമേൽ അഭിഷേകമുള്ളവൻ, ഗോലിയാത്തിന് നേരെ ചെല്ലുവാനിടയായി 5 മിനുസമുള്ള കല്ലിലൊന്നെടുത്ത് കവണയിൽ ചുറ്റി എറിയുവാനിടയായി. നമുക്കതറിയാമല്ലോ, സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവത്തിന് മഹത്വം. സങ്കീർത്തന പ്രബോധന സമയത്തെ അപ്പോൾ വിളിച്ചവൻ്റെ പുറകെ ഓടി. എലീശ എന്തു ചെയ്തു? രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഏലിയാവ് 12 കാളെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഏലീശ 12 കാള ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു? പുതപ്പവൻ്റെ മേലിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റ് വരുവാൻ ഇടയായി. അവൻ്റെ കാളയും കലപ്പയെല്ലാം വെച്ചു യാഗം കഴിച്ചു. ഇനി ഒരിക്കലും ഈ പണിക്ക് ഞാൻ വരത്തില്ല എന്ന് തെളിവാണ് അവിടെ കാണിച്ചത്. കാരണം വിളി അത്രത്തോളം പവറുള്ളത്. ആ വീണ പതപ്പിൻ്റെ അഭിഷേകം അത്രത്തോളം വലുതാണ്. ചിലർക്ക് വിളിയും ഇല്ല, അഭിഷേകവും ഇല്ലാത്തത് കൊണ്ട് ശുശ്രൂഷ വിട്ടവർ പിന്മാറി പഴയ തൊഴിലിന് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. പഴയ ജോലി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അനേക ദേവദാസന്മാർ ചെയ്ത പഴയ ജോലിയിലേക്ക് പ്രവേശിച്ചതായിട്ട് വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. അനേക ആത്മാക്കളെ നേടി ഒരു സഭ സ്ഥാപിച്ചവരൊക്കെ ഇപ്പം പലരും ബിസിനസ്സിലേക്ക് പോയതായിട്ട് അനുഭവം ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അവരെല്ലാം മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിളിച്ച ഏലിയാവിൻ്റെ പിറകെ ഓടി. കാരണം അപ്പൻ്റെ അടുത്ത് ചെന്നാൽ അപ്പം പറയും, അമ്മയെടുത്ത് അമ്മ പറയും, മോനെ നീ ഇത്രയും വസ്തുവിൻ്റെ ഉടമയില്ലേ, ഇത്രയും 12 കാളയില്ലേ, നിനക്കിത് പോരെ, നിനക്ക് ജീവിക്കാൻ ഇത് പോരെ, സുഖമായിട്ട് നിനക്ക് ജീവിക്കത്തില്ലേ, അപ്പൻ്റെ ഇല്ലേ ഈ സ്വത്തുക്കളൊക്കെ എന്ന് എലീശയോട് പറയും. എലീശ അതുകൊണ്ടാണ് കാലപ്പയും തൻ്റെ കാളയും അവിടെ ഇട്ട് യാഗം കഴിച്ചു. ചുംബിക്കട്ടെന്ന് ചോദിച്ചൊന്നും ഏലിയാവിൻ്റെ പുറകെ ഓടുവാനും. ഈ ഓട്ടമാണ് പ്രിയരെ കർത്താവിൻ്റെ പുറകെ ഓടും. കർത്താവിൻ്റെ വിളിയും നിയോഗവും അവൻ്റെ ആ അഭിഷേകത്തിൻ്റെ പുതപ്പേൻ്റെ മേൽ വീണപ്പോൾ
പോയില്ല. ദൈവത്തിന് സ്തോത്രം. പുറകിലേക്ക് വലിക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനമ്മ ഞാൻ ഉപേക്ഷിച്ചെന്നല്ല. അവർക്ക് ആഹാരമുണ്ടോ, മരുന്നുണ്ടോ, വസ്ത്രമുണ്ടോ എന്ന് നോക്കണം. അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെല്ലാം വിട്ട് നമ്മൾ ഓടണം. ദൈവത്തിന് മഹത്വം. 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 12 നമ്മൾ വായിക്കുന്നു, സകലവും വിട്ട് നീ നിൻ്റെ ചർച്ചക്കാരെയും പുത്രഭവനത്തെയും വിട്ട് ഞാൻ തന്നെ കാണിപ്പാനൊക്കെ ദേശത്തേക്ക് പുറപ്പെടണം. അതുകൊണ്ട് അബ്രഹാം സകലത്തെയും വിട്ട്. നമ്മളെന്തെങ്കിലും വിട്ടിട്ടുണ്ടോ പ്രിയരെ? പഴയ വീട്ടിലല്ലേ ഇപ്പോഴും താമസിക്കുന്നത്? ഒരു പഴയ കാറ് കിടപ്പില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തോ? ഒരു പഴയ സ്കൂട്ടർ അവിടെ ഇല്ലേ? അതാർക്കെങ്കിലും കൊടുത്തോ? പുതിയ എത്ര വണ്ടി വാങ്ങിച്ചു? എത്ര വീട് വെച്ച് കൊടുത്തു? എത്ര വസ്ത്രം പാവങ്ങൾ കൊടുത്തു? എത്ര ആഹാരം കൊടുത്തു? ഒരു നേരം കൊറോണ സമയത്ത് ആഹാരം കൊടുത്തു? അടുത്ത വീട്ടിൽ കഞ്ഞിയുണ്ടോ, അവർക്ക് കഴിച്ചോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു പുസ്തകമോ ഒരു ബുക്കോ ഒരു പേനായോ അല്ലെങ്കിൽ യൂണിഫോമിനുള്ള പൈസയോ നിങ്ങൾ കൊടുത്തു? അടുത്ത വീട്ടിലെ ഒരു പാവപ്പെട്ടവൻ്റെ അടുക്കളയുടെ ഡോറ് പോയിരിക്കുന്നു, ആ ഡോറ് നിങ്ങൾ വെച്ച് കൊടുത്തോ? അവൻ്റെ ഫ്രണ്ട് ഡോർ അടുക്കാണ്, അത് വെച്ച് കൊടുത്തോ? മേൽക്കൂര ചോരുന്നുണ്ടോ, ഒരു 2 ഷീറ്റ് വാങ്ങിച്ചു കൊടുത്തോ? നിങ്ങൾ പിന്നെ എന്തോ വിശ്വാസികളാണ്? നിങ്ങളെന്താ ഈ അന്യഭാഷ പറഞ്ഞ് ഈ കാഹളം കേൾക്കാൻ വേണ്ടി ഇരിക്കുക, തിരുമേശ എടുക്കുന്നത്? നിങ്ങൾ എന്തോ വിശ്വാസികളെന്നാണ് പറയുന്നത്. നിങ്ങളാണോ ഓടുന്നേ? ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. എല്ലാം വിട്ടു എന്ന് പറഞ്ഞാലും അബ്രഹാം ഒന്നും വിട്ടില്ലായിരുന്നു. എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അബ്രഹാമും മാനസികമായിട്ടും ദൈവത്തിന് മനസ്സിലായി താൻ വിട്ടു. ഉണ്ടെങ്കിലും ഇച്ചിരി കഷ്ടപ്പെട്ടു. കൂടെ കൊണ്ടുപോയെങ്കിലും യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. അവസാന സമയത്തെല്ലാം വിട്ടു അബ്രഹാം. ആമേൻ. പ്രിയരെ, ദൈവം തരുന്നതും കൂടെ ഉപേക്ഷിക്കാൻ മനസ്സ് കാട്ടണം. സ്തോത്രം. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഭൂമിയെയും വേണ്ടാന്ന് വെച്ചു. സ്വന്തം മകനെ വേണ്ടെന്ന് വെച്ചില്ലേ അബ്രഹാം? തനിക്ക് കാലുകുത്തൽ ഇടം പോലെ ദൈവം കൊടുത്തില്ല അബ്രഹാമിന്. വേണ്ടെന്ന് വെച്ചു. സ്വന്തം മകനെ വേണ്ടെന്ന് വെച്ചില്ലേ? ദൈവം കൊടുത്തതും വേണ്ടെന്ന് വെച്ചതാ അബ്രഹാം. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത് ഐശ്വര്യമായിട്ട്. സ്തോത്രം. അബ്രഹാം സകലത്തെയും വിട്ട് യേശുവിനെ, ദൈവത്തെ അനുഗമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20 നമ്മൾ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, പത്രോസും മറ്റേ ശിഷ്യനെന്ന് പറയുന്നത് യോഹന്നാൻ. മറ്റേ ശിഷ്യന് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. കണ്ട, വേഗത്തിലോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. സ്നേഹം. എന്തോ സ്നേഹമായത്! ആ സ്നേഹം കൊണ്ട് പത്രോസിനെ തള്ളിയിട്ട് ഓടിക്കളഞ്ഞു. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത്ര ഉള്ളിൽ അഭിഷേകം, ആ ഒരു ഉള്ളിൽ യേശുവിൻ്റെ ആ സ്നേഹം. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എനിക്കതൊന്ന് കാണണം, എനിക്കത് കാണണം. ദൈവത്തിന് മഹത്വം. യേശുവിനെ കാണുവാൻ സാക്ഷിയായി ഓടുക. അപ്പം യോഹന്നാൻ പത്രോസിനെ തള്ളിയിട്ടാണ് പോകുന്നത്. സ്തോത്രം. അത്രയ്ക്ക് ആ ഓട്ടത്തിനൊരു ആക്കം കണ്ടു. കർത്താവിനെ കാണാനുള്ള യേശുവിൻ്റെ അടുക്കിലേക്കുള്ള ഓട്ടമാണ്. ഉണ്ടോ? ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുവിനെ കാണുവാൻ, യേശു എങ്ങനെയുള്ളവനെന്നറിയാൻ സഖായി എന്ന് പറയുന്നൊരു മനുഷ്യനോട്. സ്തോത്രം. ഇന്നുകൊണ്ട് ആ സഖായി, ഇന്നുകൊണ്ട് അതിൻ്റെ ഒരു മരം, അതിൻ്റെ മൂടൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. സ്തോത്രം. കാട്ടത്തി ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സഖായി കയറി. സഖായി ഓടി ചെന്ന് ആ കാട്ടത്തിന്മേൽ വലിഞ്ഞു കയറി. കൊച്ചു മനുഷ്യനാണ്. യേശുവിനെ കാണാൻ വേണ്ടി യേശു അവൻ്റെ വീട്ടിൽ ചെന്നു. സ്തോത്രം. ജനക്കൂട്ടത്തെല്ലാം കഴിവുള്ളവരെല്ലാം മാറ്റിയിട്ട് യേശുവിനെ കാണാൻ കൊതിച്ചവൻ്റെ കൂടെ വസിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. നമുക്കറിയാം, സോദോം ഗോമോറയിൽ നിന്നും
ലോത്തും ഭാര്യയും 2 പെൺമക്കളും ഓടി. ഭാര്യയും കൂടെ ഓടാൻ പറഞ്ഞു. ജീവരക്ഷയ്ക്കായി ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ ലോത്ത് ഒരു നിയമം വെച്ചു, ഒരു വ്യവസ്ഥ വെച്ചു. ഈ അടുത്തൊരു മലയുണ്ട്, അവിടേക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടോട്ടെ. ഓക്കെ, ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു ശരി. പക്ഷേ ലോത്തും 2 പെൺമക്കളും ഓടി ആ ഗുഹയ്ക്കകത്ത് ചെന്നു. അവിടെ ചെന്ന് അവർ രക്ഷപ്പെട്ടു. ആ തീ അവരെ ഏക്കാതെ അവർ ആ ഗുഹയിലേക്ക് കയറി. പക്ഷേ സോദോമിന് എന്തു പറ്റുമെന്നാണോ, തൻ്റെ വീട്, തൻ്റെ സമ്പത്ത്, സ്വർണവും താൻ അവിടെ സമ്പാദിച്ചത്, ഭാര്യയെ അവിടെ വെച്ചുകൊണ്ട് വാങ്ങിച്ച വസ്ത്രങ്ങളും സ്വർണങ്ങളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അത് വീട് കത്തിയോന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയത്. അവിടെ നിൽപ്പുണ്ട് ഉപ്പ് തൂണായിട്ട്. ഇന്നും ഒരു പരസ്യകോലമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ ആയിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം ഓടാൻ പറഞ്ഞാൽ നമ്മൾ ഓടിക്കോണം. ലോത്ത് വിട്ട് ഓടി, മക്കൾ ഓടി. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അതുപോലെ നമുക്ക് ഈ ലോകം വിട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട്, ഈ ലോകവും ജഡവും പിശാചിനെയും വിട്ട്, സകലത്തെയും വിട്ട് നമുക്ക് ഓടി നമുക്ക് ജീവരക്ഷ പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസിൻ്റെ ഓട്ടത്തിൻ്റെ പ്രത്യേകത ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പരമവിളിയുടെ ലാക്കിലേക്ക്, ഒരു ലാക്ക് നമുക്കുള്ളിൽ, ഒരു ലാക്കിലേക്കാണ് നമ്മൾ ഓടുന്നത്. ഒരു ലാക്ക്, ഒരു ട്രാക്കുണ്ട് നമുക്ക്. പരമവിളിയുടെ വിരുദ്ധനായിട്ടാണ് നമ്മൾ ഓടുന്നത്. വിരുദ് പ്രാപിക്കാനാണ്. ഈ വിരുദ് നമ്മൾ തെറ്റിക്കരുത്. വിരുദ് തെറ്റിച്ചാൽ നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോകും. നമ്മുടെ ഓട്ടം എല്ലാം തെറ്റും. ആ വിരുദിന് വേണ്ടി നമ്മൾ ഓടുന്നത്, വിരുദ് പ്രാപിക്കാനാണ് നമ്മൾ ഓടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഓട്ടം തികയ്ക്കാനായിട്ട് ഓടണം. സമയം നോക്കണ്ട, എപ്പോൾ എത്തുമെന്നും നോക്കണ്ട. കർത്താവിൻ്റെ മുഖം കാണും, അതാണ് ഫിനിഷിങ് പോയിൻ്റ്. അവിടെ വരെ ഓടുക, അതാണ് ലക്ഷ്യം. കർത്താവിൻ്റെ സന്നിധിയിലെത്തും. കർത്താവ് നമ്മളെ സ്വീകരിക്കുന്ന, നമ്മുടെ മാറോട് അണയ്ക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ ഓടുക. അതുവരെയും നമ്മൾ അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനേക പ്രലോഭനങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്ക് നേരെ കടന്നു വരും. അതെല്ലാം തട്ടി മാറ്റിയാണ് നമ്മൾ ഓടുന്നത്. അതിനെ അതിജീവിച്ചാണ് നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം, അതിനുള്ള പ്രതിഫലം എന്താണ്? അതുകൊണ്ട് ഞാൻ വേഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 വാചകങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. സദൃശവാക്യം 21-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. കർത്താവിനെ പിന്തുടരുന്നവർ, പിൻപറ്റുന്നവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഫലമാണ് നീതിയും ദയയും ജീവനും നീതിയും മാനവും ലഭിക്കും. എന്തെല്ലാം വിഷയങ്ങളാണ്? 5 കൂട്ടം വിഷയങ്ങളാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ഒന്ന്, നീതി നമുക്ക് ലഭിക്കും. ദയ അവിടുന്ന് ലഭിക്കും. ജീവനും നീതിയും മാനവും നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഓടുമ്പോൾ നമ്മൾ ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ ഒരിക്കലും നടക്കരുത്. ദുഷ്ടന്മാർക്ക് ഒത്തിരി ആലോചനയുണ്ട്. അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര കൊതിയാണ്. അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. നല്ല വഴികളും മാർഗങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ആ ദുഷ്ടൻ്റെ ആലോചനകൾ ഒരിക്കലും നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം ഈ മാനസാന്തരപ്പെടാത്ത ഒരു വർഗമാണ് ദുഷ്ടന്മാർ. അവിടെ ഉരുളിലിട്ട് അവർ ഇടിച്ചാലും അവർ പോലെ നമ്മൾ ഇടിച്ചാലും ഒരിക്കലും ആ ദുഷ്ടത അവരെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് ദുഷ്ടൻ ഒരിക്കലും, ബൈബിളിൽ ദുഷ്ടന്മാരായിട്ട് നിഷ്ഠൂരനായ പൗലോസ് മാത്രമേ, പഴയതിൽ ശൗലും പുതിയതിൽ പൗലോസും. അങ്ങനെയെങ്കിൽ പൗലോസ് മാത്രമേ ഉള്ളൂ ശരിക്കും മാനസാന്തരപ്പെട്ട വ്യക്തി. അല്ലെങ്കിൽ പഴയ നിയമത്തിലൊരു ശൗലുണ്ടായിരുന്നു, അവൻ പ്രവചിച്ച വ്യക്തിയാണ്. പ്രവാചകന്മാരുടെ കൂടി എണ്ണപ്പെടുത്തിയ പിന്നീടും അവൻ പിശാച് ബാധിച്ച് അവനൊരു കണ്ണുകടിയുള്ളവനായിട്ട് ഒരു ശേഷ മനുഷ്യനെ പോലെ ആയ ശൗല്. പുതിയ നിയമത്തിൽ ആ ശൗല് മാനസാന്തരപ്പെട്ടത് കാണുന്നുണ്ട്. പിന്നെ ഒരു ദുഷ്ടനും മാനസാന്തരപ്പെട്ടതായിട്ട് കാണുന്നില്ല. പ്രിയരെ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കരുത്. ദൈവത്തിന് മഹത്വം.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവരുടെ ആലോചന കേട്ട് നമ്മൾ ഒരിക്കലും മുൻപോട്ട് പോകരുത്. അതുകൊണ്ട് ദുഷ്ടൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. നീതിമാന്മാർ പലരും ദുഷ്ടന്മാരായിക്കൊണ്ടിരിക്കും. നീതിമാന്മാരാണ്, പക്ഷേ ദുഷ്ടന്മാരാണ്, പക്ഷെ നീതിമാൻ്റെ ഫലം അല്ലെങ്കിൽ നീതിമാനെ പോലെ അവർ ഇടപെടും. അവരുടെ ദുഷ്ടത അവരുടെ ഉപദേശം കേട്ടാൽ സ്വർഗത്തിൽ പോകാനല്ല, നിത്യജീവൻ പ്രാപിക്കാനായിരിക്കത്തില്ല. ഈ ഭൂമിയിലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഉപദേശിച്ചു തരും. നിത്യതയിലേക്ക് പോകുന്ന കാര്യമൊന്നും അവർ പറയത്തില്ല. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നേടാം, എങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോകാം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ ഒരു കാര്യവും പറയത്തില്ല. അതാണ് ദുഷ്ടൻ്റെ ആലോചന. പിന്നെ പാപികളുടെ വഴികളിൽ നിൽക്കരുത്. പാപികളുടെ വഴി. ഇന്ന് നമുക്ക് ഒരിക്കലും രാത്രിയിൽ കുടുംബമായിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. ടൗണിൽ കൂടെ ഒന്നും ഒരു 10 മണി, ഒരു 9 മണി, 8 മണി കഴിഞ്ഞ് പോലും നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് റോഡിൽ മുഴുവനും. ഈ ടൗണിലൊക്കെ ഒരുമാതിരി മനസാക്ഷിയുള്ളവരുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു മനസാക്ഷിയുമില്ല. 5 മണി 6 മണിയാകുമ്പോൾ കുടുംബമായിട്ട് വീട്ടിൽ വന്ന് കയറിക്കോണം. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ തങ്ങിക്കോണം. തിരിച്ചൊരിക്കലും നിങ്ങൾ വീട്ടിൽ വരെ രാത്രി ഒരിക്കലും യാത്ര ചെയ്തത്. ഇന്നലെ വരെ അത് കഴിഞ്ഞ മാസം ധൈര്യമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, പക്ഷെ കുടുംബമായിട്ട് യാത്ര ചെയ്യാൻ ധൈര്യമില്ല പ്രിയരെ. അതുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭാവിയുള്ള വഴിയിൽ നിൽക്കരുത്, പരിഹാസയുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഓടിക്കോണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നടന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഇരിക്കും. നടന്നാൽ നമ്മൾ നിൽക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നടന്നുകൊണ്ടിരുന്ന നമ്മൾ നിൽക്കും. നിൽക്കുമ്പോൾ നമ്മൾ ഇരിക്കണമെന്ന് തോന്നും, നമ്മൾ അവിടെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പരിഹാസിക്കുന്നവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പരിഹസിക്കും. നമ്മൾ പിന്നെ ലോത്തിനെ പോലെ പരിഹാസിയായിട്ട് സ്തോത്രം. ഇന്നത്തെ ചില ദുഷ്ടന്മാരെ പോലെ, ഭക്തന്മാരെ പോലെ നമ്മൾ പരിഹാസികളായി, പരീക്ഷന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ, യേശുവിനെ പരിഹസിച്ചതുപോലെ, യേശുനാഥനെ പരിഹസിച്ചതുപോലെ പരിഹസിച്ച് അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും. ഒരിക്കലും നിത്യജീവനിലേക്ക് എത്തുവാൻ, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. അവിടെ നമ്മളെ ഇരുത്തി മയക്കി കിടത്തി ശിംശോന്റെ ആ ശക്തിയെ ചോർത്തിയതുപോലെ, ദാവീദിന്റെ തകർത്തതുപോലെ, അഭിഷക്തന്മാരെ വീഴ്ത്തിക്കളഞ്ഞതുപോലെ നമ്മൾ വീഴ്ത്തിക്കളയും. പ്രിയരെ, വേഗം മടങ്ങി വരാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ജീവിതത്തിൽ കുറവുകളുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിനും സ്തോത്രം. കാലമിനിയേറെയില്ല പ്രിയരെ. കർത്താവ് വരാൻ ഏറ്റവും സമയമായതുകൊണ്ട് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾക്ക് കടന്നു പോകണം. ആ ഒരു വലിയ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് വരും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞ വിശ്വസ്തന, സത്യത്തോടെ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് വിശ്വസ്തയോടുകൂടെ ഹല്ലേലൂയ. അതിനൊരിക്കലും മാറ്റമില്ല. കർത്താവ് വരും. നമ്മെ ചേർക്കുവാൻ, നമുക്ക് ഒരുക്കത്തോടെ ഇരിപ്പാൻ, ആ പ്രതിഫലം വാങ്ങിക്കാം, ആ വിരുദ്ധ പ്രാപിക്കാനായിട്ട് നമുക്ക് ഓടാം. സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എൻ്റെ ശുശ്രൂഷ അനുഭവിച്ച എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ വീണ്ടും കമൻറ്റുകൾ എഴുതി അറിയിക്കുക. എന്നെ ഓർത്തും എൻ്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. ഞാൻ എളിയ ശുശ്രൂഷ ചെയ്യുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ കൂടുതൽ പരസ്യങ്ങളാണൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.